celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. ജൂലൈ 4 സ്റ്റാഫോർഡിൽ കേരള ഹൌസിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങോടെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ മാക് അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഈ പരിപാടിയിൽ മാഗിന്റെ 100 കണക്കിന് അംഗങ്ങൾ പങ്കെടുത്തു. പരിപാടി MC ആയ അനില സന്ദീപ് മാക് പ്രോഗ്രാം കോർഡിനേറ്റർ ലതീഷ് കൃഷ്ണനെ സ്വാഗത പ്രസംഗത്തിന് ക്ഷണിച്ചതോടെ മാഗിന്റെ 4 ആഘോഷങ്ങൾക്ക് പ്രാരംഭം കുറിച്ചു. സ്വാഗത സന്ദേശത്തിനു ശേഷം അമേരിക്കയുടെ ദേശീയഗാനം ആലപിക്കുകയും അമേരിക്കൻ പതാക മേയർ കെൻ മാത്യു ഉയർത്തുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കുകയും മാക് പ്രസിഡന്റ് മാത്യൂസ് മുണ്ടക്കൽ ഇന്ത്യൻ പതാക ഉയർത്തുകയും ചെയ്തു. തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ മാത്യൂസ് മുണ്ടക്കൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ മുൻഗാമികളുടെ കഠിന അധ്വാനത്തിന്റെ ഫലമാണ്. നമ്മെ ജന്മം നൽകിയ പെറ്റമ്മയെ പോലെ തന്നെ നമ്മെ പരിപാലിക്കുന്ന പോറ്റമ്മയ്ക്കും തുല്യ മഹത്വം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റാഫോർഡ് സിറ്റി മേയർ തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ആശയം എത്ര മഹത്തരമാണ് എന്ന് പറയുകയുണ്ടായി. തുടർന്ന് ജഡ്ജ് സുരേന്ദ്രൻ കെ പട്ടേൽ തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ സ്വാതന്ത്ര്യം ഒരു ആഘോഷം മാത്രമല്ല, ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയാണെന്നും ഓർമ്മപ്പെടുത്തി. ഹ്യൂസ്റ്റണിലെ മറ്റുള്ള ഇന്ത്യൻ സമൂഹങ്ങളിൽ നിന്നും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുള്ളത് നമ്മുടെ മലയാളി സമൂഹമാണെന്ന് നമ്മുടെ സിവിക് ഉത്തരവാദിത്വങ്ങളിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുന്നതിന്റെ തെളിവാണ്. എന്നാൽ സ്വാതന്ത്ര്യം സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. പലപ്പോഴും ലഭിക്കുന്ന പദവികളും സ്വാതന്ത്ര്യങ്ങളും ചിലരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നത് കാണുമ്പോൾ നാം സങ്കടപ്പെടുന്നു. അത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം, സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗം ചെയ്യുന്നവർ അധികകാലം ആ സ്ഥാനത്തുണ്ടാവില്ല എന്നാണ്. കാരണം ഈ രാജ്യം അത് അനുവദിക്കില്ല, അദ്ദേഹം പറഞ്ഞു. മുൻ പ്രസിഡന്റും ബിൽഡിംഗ് കമ്മിറ്റി കൺവീനറുമായ ശശിധരൻ നായർ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വിനോദ് വാസുദേവൻ എന്നിവർ കടന്നുവന്നവർക്ക് സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ അറിയിച്ചു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗം ജോർജ് തെക്കേമലയുടെ നന്ദി പ്രസംഗത്തോടെ പരിപാടി അവസാനിച്ചു. തുടർന്ന് കടന്നുവന്ന എല്ലാവർക്കും രുചികരമായ പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.